ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മൊസറല്ല ചീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് ചീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓണാക്കി ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ ഒരു ചീസ് ഉണ്ടാക്കുമ്പോൾ പാലിൻ്റെ ചൂടാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പാല് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിനോട്ട് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതിന് കറക്റ്റായൊരു അളവ് പറയാനില്ല. നമ്മൾ കുറേശ്ശെയായി ചേർത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഇളക്കാതിരിക്കരുത്. ലെമൺ ജ്യൂസ് ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. സുർക്ക അല്ലെങ്കിൽ ചെറുനാരങ്ങാനീര് ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ അത് ശരിക്കും പിരിഞ്ഞ് കുറേശ്ശെയായി പിരിഞ്ഞ് ഒരു ഫുള്ളായി പിരിഞ്ഞ് വരുന്ന വരെ നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. നമ്മൾ സാധാരണ പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ തിളച്ച പാലിലോട്ടാണ് നമ്മൾക്ക് സുർക്ക അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിരിച്ചെടുക്കൽ. പക്ഷേ നമ്മൾ ഈ ചീസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വലിഞ്ഞ് കിട്ടുന്ന ഒരു പരുവമുണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇളം ചൂട് ഉള്ള ടൈമിൽ തന്നെ അത് ഓഫാക്കണം. ചൂടെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ചൂടുണ്ടല്ലോ, ആ ഒരു ലൈറ്റ് ചൂടാകുമ്പോൾ തന്നെ നമ്മളത് ഓഫാക്കി അതിൽ സുർക്ക അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ച് ഇളക്കി കൊടുത്ത് ഇതുപോലെ പിരിച്ചെടുക്കണം. ഇവിടെ നമ്മൾ പാലൊക്കെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കത് അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കാം. നന്നായി പ്രസ് ചെയ്ത് അതിൻ്റെ വെള്ളമെല്ലാം വാർത്തെടുക്കണം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പൊന്ന് മുന്തി നിൽക്കണം. കാരണം ഈ ഒരു ഉപ്പിട്ട ചുടുവെള്ളത്തിൽ നമ്മളെടുത്ത ചീസ് ഒന്ന് കുറച്ച് നേരം മുക്കി പിഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് മാക്സിമം പറ്റുന്ന ഒരു ചൂടിൽ ചീസൊന്ന് മുക്കുക, എന്നിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ ഒരു 5-10 തവണ 5 മിനിറ്റോളം അങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ട് വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇടുക, എന്നിട്ട് അതൊന്ന് എടുത്ത് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് പിഴിഞ്ഞെടുക്കുക. ഇങ്ങനെ ഉപ്പിട്ട ചുടുവെള്ളത്തിൽ അങ്ങനെ ഉപ്പിട്ടാൽ ആ ഒരു ഉപ്പ് നമ്മളുടെ ചീസ് മുളും പിടിക്കും. അതാണ് കുറച്ചൊന്ന് കൂടുതൽ ഉപ്പ് വെള്ളത്തിലിടണമെന്ന് പറയുന്നത്. ഞാൻ ഈ ചീസ് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു എയർ ടൈറ്റായ ഒരു ബോക്സിൽ അത് അടച്ച് നമുക്ക് മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് എടുത്തിട്ടുണ്ട്. ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടായ ഫ്രൈ പാനിൽ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചീസ് നന്നായി വലിഞ്ഞ് വരുന്നുണ്ട്. ഇതുപോലെയുള്ള നമുക്ക് പിസ്സ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടേണ്ടത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ എപ്പോഴും ആ പാലിൻ്റെ ചൂട്, ചെറിയ ചൂടിൽ എപ്പോഴും പാലെടുക്കാൻ ശ്രദ്ധിക്കുക. ചൂട് ഓവറായി പോയി അല്ലെങ്കിൽ തിളച്ചിട്ട് പെരിച്ചെടുത്താൽ ഇതുപോലെ നമുക്ക് കിട്ടില്ല. അങ്ങനെ നമ്മുടെ ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പിസ്സയിലോ അല്ലെങ്കിൽ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴോ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചീസാണിത്. അപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 1 മാസമൊക്കെ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ ഒരു ചീസ് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയൊരു മൊസറല്ല ചീസൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ ഒരുപാട് ക്യാഷ് വേണ്ടി വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ചീസ് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുകയും വേണം. പിന്നെ നിങ്ങൾ ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടിയും സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.